പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ട് മോഷണം എന്ന ആരോപണം ഉന്നയിച്ചതിനെ പരിപൂർണമായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരിക്കുകയാണ്. മാത്രമല്ല, കമ്മീഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരാഴ്ചക്കകം രാഹുൽ ഗാന്ധി രേഖാമൂലം സത്യവാങ്മൂലത്തോടൊപ്പം പരാതി നൽകണമെന്നും അങ്ങനെ പരാതി നൽകാതിരുന്നാൽ ഈ ആരോപണങ്ങൾ മുഴുവനും പൊള്ളയാണെന്നും കള്ളമാണെന്നും അത് പരിപൂർണമായും തള്ളുകയാണെന്നും പ്രഖ്യാപിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങളും രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളും രാജ്യത്തെ ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത്? നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ തുടരുക. വലിയ പവർ പോയിന്റ് പ്രസന്റേഷനോട് കൂടിയാണ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ആക്രമിക്കുന്ന തരത്തിൽ വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. വോട്ട് ചോർച്ച നടക്കുന്നു, വോട്ട് ചോർച്ച എന്ന് പറയുന്നതിനേക്കാൾ വോട്ട് മോഷണം നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ് ഭരിക്കുന്ന BJP-യോടൊപ്പം ചേർന്നുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷണം നടത്തുന്നു എന്ന് പറഞ്ഞത്. ഇത് ഗുരുതരമായ ആരോപണം തന്നെയാണ്. ആ ആരോപണത്തിന് ശേഷം രാജ്യത്തിന്റെ പല ഭാഗത്തും കോൺഗ്രസും പ്രതിപക്ഷങ്ങളും അത്തരത്തിൽ ആരോപണങ്ങൾ നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. അങ്ങനെ പല സംഭവങ്ങൾ നടക്കുന്നു. കേരളത്തിലും അതിന്റെ തൃശ്ശൂർ മണ്ഡലത്തിൽ BJP വിജയിച്ച തൃശ്ശൂർ മണ്ഡലത്തിൽ അതിന്റെ പ്രതിഫലനങ്ങൾ നടക്കുന്നു. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിജിറ്റൽ കോപ്പി തരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ കമ്മീഷൻ വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. ഒരിക്കലും ഇങ്ങനെ ഒരു വ്യക്തിപരമായ, അതായത് വോട്ടർമാരുടെ, നമ്മുടെ അമ്മമാരെയും പെങ്ങന്മാരെയും ഒക്കെ അടങ്ങുന്ന അവരുടെ വീഡിയോസ് നമ്മൾ കൈമാറാൻ കഴിയില്ല. അത് രാജ്യമാണ്, രാജ്യത്തെ ജനങ്ങളാണ് നിശ്ചയിക്കേണ്ടത്. അതുപോലെ തന്നെ അവരുടെ വ്യക്തിപരമായ വിവരങ്ങൾ അങ്ങനെ നൽകാൻ കഴിയില്ല. അതുകൊണ്ടാണ് രേഖാമൂലം പരാതി ഇതുവരെയും തന്നിട്ടില്ല. ഉത്തരവാദിത്വമാണ് ഒരു ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവായ ഒരു നേതാവ് രാഹുൽ ഗാന്ധി ഈ പരാതി നൽകേണ്ടത്. പക്ഷെ അതൊന്നും നൽകുന്നില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഓരോരോ കാര്യങ്ങളും ഓരോ ചില വ്യക്തികളുടെ പേര് പറഞ്ഞു. ആ വ്യക്തികളൊന്നും ഇരട്ട വോട്ട് ഉള്ളതാണ്. സ്വാഭാവികമായിട്ടും പണ്ട് മുതൽ തന്നെ ഈ വോട്ടർ പട്ടികയിൽ പലയിടത്തും ഇരട്ട വോട്ടുകൾ സംഭവിക്കുന്നുണ്ട്. അത് അവര് രണ്ട് സ്ഥലങ്ങളിൽ താമസിക്കുകയും രണ്ട് സ്ഥലങ്ങളിൽ അപേക്ഷ നൽകുകയും അങ്ങനെ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് രണ്ട് സ്ഥലങ്ങളിൽ വോട്ട് വരുന്നത് ഇരട്ട വോട്ടുകൾ സ്വാഭാവികമാണ്. പക്ഷേ ആ ഇരട്ട വോട്ടുകൾ രേഖപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ ഇരട്ട വോട്ടുകൾ ഒന്നും തന്നെ ഇരട്ട വോട്ടുകളായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഒരിടത്ത് മാത്രമേ അത്തരം വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. വ്യക്തിപരമായി പറഞ്ഞ പേരുകൾ എടുത്ത് പറഞ്ഞ ആരോപണങ്ങൾ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചിരിക്കുകയാണ്. അത് തെളിവോടുകൂടി തന്നെ നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കെല്ലാം മുന ഒടിയുന്നതാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണം രാജ്യത്തിന്റെ പ്രതിച്ഛായയെ തന്നെ വല്ലാതെ ബാധിക്കുന്നതാണ്. അദ്ദേഹം ഇപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഈ മറുപടി കഴിഞ്ഞതിന് ശേഷം രാഹുൽ ഗാന്ധി വീണ്ടും പറയുന്നു, ഞാൻ ഈ വോട്ട് മോഷണത്തിന് എതിരായിട്ട് വീണ്ടും സമരവുമായിട്ട് മുന്നോട്ട് പോകും, പിന്നോട്ടില്ല. അത് അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വോട്ട് മോഷണം നടക്കുന്നതെന്ന മറ്റൊരു ഗുരുതരമായ ആരോപണം കൂടി ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഏറ്റവും ഗുരുതരമാകുന്നത്. അത് രാഹുൽ ഗാന്ധിക്ക് ഇനി വളരെ അപകടമാകും. രാഹുൽ ഗാന്ധി തനിക്ക് തന്നെ ഒരു ചതിക്കുഴി അല്ലെങ്കിൽ ഒരു പാര സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് പറയാം. കാരണം അമിത്ഷായുടെ പേരും രാജ്യം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേരും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പേരും എടുത്തു പറഞ്ഞുകൊണ്ട് അവര് ഇലക്ഷൻ കമ്മീഷന് പ്രത്യേക നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വോട്ട് മോഷണം നടക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് ഇനി കോടതികളിൽ അത് വലിയ ചോദ്യങ്ങളായിട്ട് മാറും, ഹർജികളായിട്ട് മാറും. രാഹുൽ ഗാന്ധി കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ഇതുപോലെ പലപ്പോഴും രാഹുൽ ഗാന്ധിക്ക് കോടതിയിൽ മറുപടി പറയേണ്ടി വരികയും കോടതിയിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയും ലോക്സഭാ അംഗത്വം നഷ്ടമാവുകയും ചെയ്ത സന്ദർഭങ്ങളുണ്ട്. മാത്രമല്ല, പണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ നമ്മുടെ ഇലക്ഷൻ മെഷീനുകളെ കുറിച്ച്, നമ്മൾ പോളിംഗ് മെഷീനുകളെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മുഴുവൻ കള്ളമാണ്, അത് വോട്ട് രേഖപ്പെടുത്തുന്നത് മുഴുവനും BJPക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
ഈ വോട്ടിംഗ് മെഷീനെതിരായിട്ടുള്ള ആരോപണമെല്ലാം തെറ്റാണെന്നും ഈ വോട്ടിംഗ് മെഷീനെതിരായിട്ട് ഇനി പരാതികൾ ഉന്നയിക്കരുതെന്ന് പോലും സുപ്രീം കോടതിക്ക് പിന്നെ താക്കീത് നൽകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കണ്ടതാണ്. പ്രധാനമായിട്ടും ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ വോട്ടിംഗ് മെഷീനുകളും പരിശോധിക്കാൻ രാഷ്ട്രീയ പാർട്ടികളെ പിന്നെ ക്ഷണിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഉത്തരവാദപ്പെട്ട പല രാഷ്ട്രീയ പാർട്ടികളും ആ ഇലക്ഷൻ കമ്മീഷൻ മെഷീൻ പരിശോധിക്കാൻ വിളിക്കുന്ന ദിവസങ്ങളിൽ പോകാതെ മാറി നിൽക്കുന്ന അനുഭവമാണ് കണ്ടിട്ടുള്ളത്. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്യാതെ ആണ് ഈ പിന്നെ പലപ്പോഴും നടക്കുന്നത്. ഇപ്പൊ തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏകദേശം 1.25 വർഷം വരെ ആയിരിക്കുന്നു. ഈ 1.25 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി വലിയ ആരോപണമായിട്ട് രാജ്യത്തിന് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള ആരോപണമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് 45 ദിവസം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും 45 ദിവസം നിങ്ങൾക്ക് പരാതി നൽകാനുള്ള അവസരമുണ്ട്. തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെയും വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കാനും അത് പിന്നെ അതിന്മേൽ പരാതി നൽകാനും തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെയും അവസരമുണ്ട്. പക്ഷേ പിന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റിൽ മാറ്റം വരുത്താൻ കഴിയില്ല. പക്ഷേ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോളിംഗ് ചെയ്യാതിരിക്കാൻ, കള്ള വോട്ടുകളാണെങ്കിൽ ഇരട്ട വോട്ടുകളാണെങ്കിൽ പോളിംഗ് ചെയ്യാതിരിക്കാനുള്ള നടപടികൾ ഇലക്ഷൻ കമ്മീഷന് ചെയ്യാൻ കഴിയും. പക്ഷെ അതൊന്നും ചെയ്യാതെ ഈ 1.25 വർഷം കഴിഞ്ഞിട്ട് ഒരു ആരോപണവുമായി രംഗത്ത് വന്നത് ബോധപൂർവമാണ്, രാജ്യത്തെ നാണം കെടുത്താനാണ് എന്ന തരത്തിലുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരിക്കുന്നത് നമ്മൾ കാണുന്നത്. ഇത് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഈ പറയുന്ന പരാതികളുമായിട്ട് രംഗത്ത് വരുമ്പോൾ നമ്മൾ കാണുന്ന കേരളത്തിൽ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് നടത്തിയ പിന്നെ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. അത് നമ്മൾ കണ്ടത് ഏകദേശം 1,14,000 വോട്ട് വരെ ഈ നമ്മുടെ അടൂർ പ്രകാശ് തന്നെ 2019 തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പിന്നെ കണ്ടെത്തിയിരുന്നു, ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരുന്നു. അപ്പൊ ഇത് അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തതുപോലെ പേപ്പർ പ്രിന്റ് ചെയ്ത വോട്ടേഴ്സ് തന്നെയാണ് അടൂർ പിന്നെ പ്രകാശിനും കൊടുത്തത്. ഇപ്പൊ രാഹുൽ ഗാന്ധി പറയുന്നത് എനിക്ക് ചോദിച്ചിട്ട് തരുന്നില്ല, ഈ പേപ്പർ വെച്ചിട്ട് ഞാൻ അട്ടിക്കണക്കിന് മല പോലുള്ള പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം പരിശോധിച്ചതെന്ന് പറയുന്നുണ്ട്. അടൂർ പ്രകാശും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അടൂർ പ്രകാശ് ഈ പേപ്പർ വോട്ടർ പട്ടിക വെച്ച് തന്നെയാണ് വളരെ കാര്യമായിട്ട് ഈ ഇരട്ട വോട്ടുകൾ കണ്ടെത്തുകയും ഇരട്ട വോട്ടുകളെ എതിരായിട്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടും ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടും പിന്നെ വലിയ പ്രതികരണമൊന്നും ഇരുന്നത് കൊണ്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പരിശോധിച്ചപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്നും ഈ ഇരട്ട വോട്ടുകൾ വോട്ട് ചെയ്യാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷനും നിർദ്ദേശം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ വളരെ കൃത്യമായിട്ട് അതിൽ ഇടപെടുകയും ചെയ്ത ഒരു അനുഭവം, ഒരു ചരിത്രം നമുക്കുണ്ട്. അങ്ങനെ ഇദ്ദേഹം ഈ അടൂർ പ്രകാശ് ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതിയിൽ നിന്നും പിന്നെ ചെറിയ പാർലമെന്റിലെ എല്ലാ മണ്ഡലങ്ങളിലും CCTV പിന്നെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് വാങ്ങുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇരട്ട വോട്ടുകൾ രേഖപ്പെടുത്താതിരിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോളിംഗ് ബൂത്തിലെ ഉദ്യോഗസ്ഥന്മാരും ശ്രദ്ധിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ കൂടി ഇത്രമാത്രം സൂക്ഷ്മമായ നിരീക്ഷണം ഉണ്ടായിരുന്നിട്ടും ഒരു CPM പ്രവർത്തകൻ തന്റെ ഇരട്ട വോട്ട് ചെയ്യാൻ വന്നു. അദ്ദേഹത്തിന് ഒരു മണ്ഡലത്തിൽ കരുണാകരൻ എന്നാണ് പേര്, മറ്റൊരു മണ്ഡലത്തിൽ കരുണാകരൻ എന്നാണ് പേര്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വോട്ട് ചെയ്യാമെന്ന്. പക്ഷേ പിടിച്ചു, അത് സംഭവിക്കുകയും ചെയ്തു. അപ്പൊ ഇതാണ് കാണുന്നത്. അടൂർ പ്രകാശ് തന്നെ ആരോപിച്ചിട്ടുണ്ട്, ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതും ഈ ഇങ്ങനെ ഇരട്ട വോട്ടുകളെ ബോധപൂർവ്വം ചേർക്കുന്നതും ഭരണകക്ഷി അനുകൂലമായ NGO യൂണിയന്റെ നേതൃത്വത്തിലുള്ള ജീവനക്കാരാണ്. അതാണ് ഇവിടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം 38,000-ലധികം വോട്ടിന്, അതായത് 2019 38,000-ലധികം വോട്ടിന് വിജയിച്ച അടൂർ പ്രകാശ് പിന്നീട് 684 വോട്ടിന് 2024 ജയിച്ചത്. അങ്ങനെയാണ്. അപ്പൊ ഇത്രയും കള്ള വോട്ടുകൾ രേഖപ്പെടുത്താൻ ഈ ഭരണ സംവിധാനം ശ്രമിക്കുന്നതാണ്. ഇത് പലതും സംഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ BJP ഭരിക്കുന്നത് കൊണ്ട് അവരുടെ പ്രവർത്തകർ സജീവമായ രംഗത്തിറങ്ങുകയും അവരുടെ മാക്സിമം വോട്ടുകൾ നേടാൻ വേണ്ടിയിട്ട് ചില പട്ടികയിൽ ആൾക്കാരെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷെ ഈ കോൺഗ്രസും ഈ പ്രതിപക്ഷ അംഗങ്ങളും, അതായത് ഏകദേശം പിന്നെ 10 ലക്ഷത്തിലധികം ബൂത്ത് ജീവനക്കാരുണ്ട്, അതുപോലെ പിന്നെ BLOമാരുണ്ട്, പിന്നെ 1 കോടിയോളം ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും തിരഞ്ഞെടുപ്പ് ഏജൻസികളുണ്ട് ഈ ബൂത്തിനകത്ത്.
ഇവരെല്ലാം പിന്നെ നിരീക്ഷണത്തിൽ നിൽക്കുമ്പോഴാണ് ഈ കള്ള വോട്ടുകൾ രേഖപ്പെടുത്തുന്നത്. ഇവർ നേരത്തെ യഥാസമയത്ത് ഈ വോട്ടർ പട്ടിക പരിശോധിക്കാത്തതാണ് പ്രധാന കാരണമെന്നും പറയുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലോടുകൂടി രാഹുൽ ഗാന്ധി വീണ്ടും തന്റെ വോട്ട് മോഷണം എന്ന് നേരത്തെ പറഞ്ഞിരുന്നത് ചൗക്കീദാർ ചോർഹെ എന്നാണ്, അതായത് ഈ കാവൽക്കാരൻ കള്ളനാണെന്നാണ്. അതായത് ഇന്ത്യയുടെ കാവൽക്കാരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെറും കള്ളനാണ് എന്നാണ് ആദ്യ പ്രചരണം നടത്തിയത്. അത് ഏൽക്കാതെ വരുന്നു. അതിനും കോടതിയിൽ നിന്ന് വിമർശനം നേരിടേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് മെഷീനെ കുറിച്ചായിരുന്നു, പോളിംഗ് മെഷീന് എതിരായിരുന്നു. അതും കോടതിയിൽ നിന്നും പിന്നെ പരാമർശവും എതിർവിധിയും നേടേണ്ടി വന്നു. ഇപ്പോഴിതാ ഈ വോട്ട് മോഷണം, അദ്ദേഹത്തിന്റെ വാക്കുകളിലെ ഈ മോഷണമാണ് അദ്ദേഹം കൂടുതൽ വരുന്നത്. ഈ വോട്ട് മോഷണം എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അതും ഇനി കോടതിയിൽ വരും. കാരണം അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പേരെടുത്ത് പറഞ്ഞ് ഇപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷന്റെ വിശദീകരണം വന്നതിന് ശേഷം വീണ്ടും രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതും ഇനി കോടതി കയറേണ്ടി വരും. ഈ രാഹുൽ ഗാന്ധിക്ക് തന്നെ വോട്ടർ പട്ടികയിലെ ഗുരുതരാവസ്ഥകൾ ക്രമക്കേടുകളുണ്ടെങ്കിൽ കോടതിയിൽ പോകാവുന്നതാണ്. അദ്ദേഹം കോടതിയിലേക്ക് പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കാവുന്നതാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്നില്ല. ഇങ്ങനെ നാട്ടിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്, പ്രവർത്തകരെ കുറച്ചൊക്കെ ഊർജ്ജസ്വലരാക്കാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെന്റിനെയും രാജ്യത്തെയും ലോക രാജ്യങ്ങളുടെ മുന്നിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് എന്നതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനത്തിൽ വരുന്നത്. ഒരാഴ്ചക്കകം ഇദ്ദേഹം പരാതി കൊടുക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു. ഞാൻ കൊടുക്കില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു. കാണാം നമുക്ക് ഇനി നടക്കാൻ പോകുന്ന പൂരം എന്തൊക്കെയാണ്.